കായിക രംഗത്ത് കാഞ്ഞിരപ്പള്ളിയുടെ സ്ഥാനം കോട്ടയത്തിൻ്റെ അപ്പുറത്തേക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ മികച്ച കായിക പ്രതിഭകളെ, വോളിബോൾ പ്രതിഭകളെ സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വോളിബോൾ മൈതാനവും ഒരു അക്കാഡമി ആരംഭിക്കാൻ മുന്നോട്ട് വന്ന മൈക്ക വോളിബോൾ ക്ലബിനെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു കാലത്ത് നിരവധി വോളിബോൾ താരങ്ങളെ വളർത്തിയെടുത്തിട്ടുള്ള കാഞ്ഞിരപ്പള്ളി ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ കായിക താരങ്ങളെ അടുത്തൊന്നും മികച്ച താരങ്ങളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഒരു കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വോളിബോൾ താരങ്ങളിൽ ഒരാളായ അബ്ദുൾ റസാഖ്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുഹമ്മദ് അലി തുടങ്ങി നിരവധി ദേശീയ അന്തർദേശീയ സർവകലാശാല താരങ്ങൾക്ക് ജന്മം കൊടുത്തൊരു പ്രദേശം. ഇനിയും അത്തരത്തിൽ മികച്ച വോളിബോൾ താരങ്ങളെ സൃഷ്ടിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഒരു അക്കാഡമി രൂപീകരിക്കാൻ തയ്യാറായത്. മാറിയ കാലഘട്ടത്തിൽ കായിക രംഗത്തിനും വോളിബോളിനൊക്കെ വലിയ പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കി മൈക്ക വോളി ക്ലബ്ബ് ഇത്തരത്തിൽ ഒരു സംരംഭത്തിന് മുതിർന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഇത്രയൊന്നും പ്രോത്സാഹനമില്ലാത്ത കാലഘട്ടത്തിൽ റസാഖ് സാറിനെ പോലെയുള്ള മികച്ച വോളിബോൾ താരങ്ങൾക്ക് ഈ പ്രദേശത്ത് നിന്ന് വളർന്നു വരാനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ മികച്ച സൗകര്യങ്ങൾ നൽകുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, നൂറുകണക്കിന് സംസ്ഥാന താരങ്ങളെയും നിരവധി അന്തർദേശീയ താരങ്ങളെയും നിങ്ങൾക്ക് ഈ പ്രദേശത്ത് നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. നിങ്ങളെ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി വരുമ്പോൾ റസാഖ് സാറിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമായി പോകും. ഞാനൊരു ഫുട്ബോൾ താരം, ഒരുപക്ഷെ കേരള പോലീസിൽ എത്തുന്നവരെ വോളിബോളിനെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കേരള പോലീസിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ വരുമ്പോൾ കേൾക്കുന്നത് തന്നെ അബ്ദുൾ റസാഖ്, സിറിൽ സി വള്ളൂർ, ഉദയകുമാർ തുടങ്ങിയ കളിക്കാരും ഒരുമിച്ച് ഞങ്ങളോടൊപ്പം പോലീസിൽ ചേരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ മുമ്പത്തെ തലമുറയിൽ ജിമ്മി ജോർജിനെ പോലെ, ഗോപിനാഥൻ സാറിനെ പോലെ ഇന്ത്യ കണ്ട മികച്ച വോളിബോൾ താരങ്ങൾക്ക് സാഹചര്യമൊരുക്കിയ കേരള പോലീസ് പിന്നീട് ഇന്ത്യയുടെ മികച്ച സംസ്ഥാന ടീമായി മാറാനും ഡിപ്പാർട്ട്മെന്റ് ടീമായി മാറാനും റസാഖ് സാറിലൂടെയും സിറിൽ ഉദയൻ ടീമിലൂടെയും സാധിച്ചു. ഞാൻ റസാഖ് സാറിനെ പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു ഇന്ത്യ കണ്ട മികച്ച വോളിബോൾ താരം എന്നുള്ളതിലുപരിയായിട്ട് ഉന്നതമായ സാമൂഹ്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് അദ്ദേഹം. പറയാതിരിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ കായിക രംഗത്ത് നമുക്ക് അത്തരത്തിലുള്ള ആളുകളെ അപൂർവം മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഞങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ തന്നെ കായിക രംഗത്ത് അല്ലെങ്കിൽ ഫുട്ബോൾ രംഗത്ത് തുടരുമ്പോഴും ഇങ്ങനത്തെ ജിമ്മി ജോർജ് സാറിനെ പോലെ, റസാഖ് സാറിനെ പോലെയുള്ള ആളുകളെ മാതൃകയാക്കിയിട്ട് തന്നെയാണ് കായിക രംഗത്ത് തുടർന്നതും ഉന്നതമായ നേട്ടങ്ങളും ലക്ഷ്യങ്ങളും കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ കാഞ്ഞിരപ്പള്ളിയിലെ മൈക്ക വോളിബോൾ അക്കാഡമിക്കും അദ്ദേഹത്തിൻ്റെ ഉപദേശത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സഹകരണത്തോടു കൂടി സഹായത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നൂറുകണക്കിന് ദേശീയ അന്തർദേശീയ താരങ്ങളെ ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്നതിൽ യാതൊരു സംശയമില്ല. കൗൺസിലിൻ്റെ സ്ഥാനത്ത് എത്തിയതിനു ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കായിക മൈതാനമോ അല്ലെങ്കിൽ ഒരു അക്കാഡമിയോ ആരംഭിക്കുമ്പോൾ അവിടെ ചേരുന്ന എല്ലാവർക്കും ഒരു ദേശീയ അന്തർദേശീയ താരമാവുക എന്ന് മാത്രമല്ല നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ ഒരു 100 പേരെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ 8 or 10 ആളുകൾക്ക് ഒരു സംസ്ഥാന ടീമിലെത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ 2 or 3 ആളുകൾക്ക് ഒരു ദേശീയ ടീമിലെത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ ഒരു അക്കാഡമിയിൽ നിന്ന് പുറത്തു വരുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉന്നത കായിക സംസ്കാരം ആ കുട്ടിയിൽ വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ കുട്ടിയുടെ പഠനത്തിലും അവൻ്റെ ജീവിതത്തിലുടനീളം ആ ഉന്നതമായ സാംസ്കാരിക മൂല്യം നിലനിർത്തിക്കൊണ്ട് ഏതെങ്കിലും കോഴ്സിന് അഡ്മിഷൻ വാങ്ങാനും
അവൻ്റെ പഠന ആവശ്യങ്ങൾക്കോ മറ്റു രീതിയിലുള്ള ജോലികൾക്കോ അത് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ സാധ്യതകൾ. 100 കണക്കിന് കുട്ടികൾ +2 ശേഷം വിവിധ കോഴ്സുകൾക്ക് സ്പോർട്സ് കോട്ടയിലെ സൗകര്യങ്ങൾ, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊന്നും വിപുലമായിട്ട് അറിയില്ല. ഇവിടെ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത, നിരവധി വർഷക്കാലം ഇന്ത്യൻ വോളിബോൾ രംഗത്ത് നിന്നു, കേരള പോലീസിൻ്റെ ഒരു ഉന്നത സ്ഥാനത്ത് നിന്ന, കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സെക്രട്ടറി എന്ന സ്ഥാനം വഹിച്ചുള്ള റസാഖ് സാറിനെ പോലെ ഒരാളുടെ ഉപദേശം ഈ അക്കാഡമിക്ക് ഉണ്ടെങ്കിൽ ഈ രംഗത്തേക്ക് വരുന്ന ഒരു കുട്ടിക്കും ഒരു നഷ്ടബോധമുണ്ടാവില്ല, നഷ്ടമുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കായിക രംഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത്, ഈ കായിക രംഗത്തെ നേട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തും വിവിധ മേഖലകളിൽ എത്തിപ്പെടാനും ഉന്നതമായ വിദ്യാഭ്യാസങ്ങൾ നേടാനും പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തോ ടെക്നിക്കൽ വിദ്യാഭ്യാസ രംഗത്തോ അഡ്മിഷൻ വാങ്ങിയിട്ട് ആ നിലക്കും വിജയം കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കായിക രംഗത്ത് വലിയ സാധ്യതകൾ, ഇതൊരു വെറും കളിയായിട്ട് കാണേണ്ട, കളി മാത്രമല്ല കായിക രംഗം എന്നുള്ളത്. ജീവിതത്തിൽ അവഗണിക്കാനാവാത്ത, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രൊഫഷനായിട്ട് തന്നെ വരികയാണ്. ഫുട്ബോൾ രംഗത്തായാലും കേരളത്തിൽ വോളിബോൾ, ബാസ്കറ്റ്ബോൾ, അത്ലറ്റിക് രംഗത്തൊക്കെ കൃത്യമായ പ്രൊഫഷണലിസം വന്നതോടുകൂടി തന്നെ ഈ രംഗത്തേക്ക് വരുന്ന, സജീവമായി നിൽക്കുന്ന, ആത്മാർത്ഥമായി രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും ഉന്നതമായ ഒരു ഭാവി ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാറ്റിലും ഉപരിയായിട്ട് ഉന്നതമായ ഒരു സംസ്കാരം വളർത്തുന്നതിൽ മുഖ്യമായ പങ്ക് ആ കായിക താരത്തിന് വഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്ന് വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉൾപ്പെടുന്ന മേഖല. കായിക രംഗത്തിൻ്റെ പ്രോത്സാഹനം ഒരു പരിധിയിൽ അപ്പുറം കുട്ടികളെ അത്തരം മോശമായ പ്രവൃത്തിയിൽ നിന്നും തടഞ്ഞു നിർത്താനും നേർവഴിക്ക് നയിക്കാനും സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രസംഗത്തിന് വലിയൊരു പ്രസക്തിയില്ലാത്ത ചടങ്ങാണ് ഈ മനോഹരമായ മൈതാനം, ഈ മനോഹരമായ ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വോളിബോൾ അക്കാഡമി. ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കാഞ്ഞിരപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് നിരവധി ദേശീയ സംസ്ഥാന താരങ്ങൾ വളർന്നു വരട്ടെ. അതിലൂടെ കാഞ്ഞിരപ്പള്ളി വോളിബോൾ ഗ്രാമം എന്ന രീതിയിൽ അറിയപ്പെടാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി, അനുമതിയോടുകൂടി ഈ വോളിബോൾ അക്കാഡമിയുടെയും വോളിബോൾ മൈതാനത്തിൻ്റെയും ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you, sir.